ഓക്സി പ്രീമിയം പ്ലസ് അല്ലെ. ആദ്യം പ്രീമിയം പ്ലസിലേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി ഓക്സിയില് സൂപ്പർ പ്ലാനുകളാണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റവും ബെസ്റ്റ് പ്ലാനുകൾ തന്നെയാണ് ഉള്ളത്. പക്ഷെ നമ്മൾ സാർ പറഞ്ഞ പോലെ കടല കച്ചവടം ചെയ്ത് പോവുമായിരുന്നു. അതിൽ നിന്ന് നമ്മൾ നേരെ വലിയ സ്വപ്നത്തിലേക്കുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഒരു പ്രീമിയം സെല്ലിംഗ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ മാറാൻ പോവാണ്. അപ്പൊ ഇന്ന് മുതൽ എന്തില്ല, ചെറുതില്ല, ഇനി വലിയ കളികൾ മാത്രം. ഓക്കെ, സോ ആദ്യമായിട്ട് ഈ ഒരു പ്രീമിയം പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രൈസിങ് വരുന്നത് 25K. That means 25,000 to 30,000 in between ആയിരിക്കും. ബ്ലാക്ക് കളർ വിസിബിൾ ആണോ അതോ വൈറ്റ് ആണോ? വിച്ച് ഇസ് ബെസ്റ്റ്? വൈറ്റ് ആവും ബെസ്റ്റ് തോന്നുന്നു, ഐ തിങ്ക്. ഓക്കെ, സോ 25,000-ന്റെയും 30,000-ന്റെ ഇടയിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും 25,000 30,000 പറയുമ്പോൾ വലിയ സംഖ്യയാണോ? ഒരിക്കലല്ല. മീൻസ് ഒരു ചെറിയ സാർ പറഞ്ഞ പോലെ കടലക്കച്ചവടം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും ഈ തുകക്ക് തയ്യാറാവില്ല. നമ്മളൊരു വിസ, ഗൾഫിലേക്ക് ഒരു വിസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നമ്മളിലേക്ക് വരാൻ പോകുന്നത് 11 ബെനിഫിറ്റ്സ് ആണ്. 11 ബെനിഫിറ്റ്സ്. വാട്ട് ആർ ദ 11 ബെനിഫിറ്റ്സ് നോക്കാം. 11 ഇൻകം എന്നല്ല പറഞ്ഞത്, 11 ബെനിഫിറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് വന്നു, അവര് പ്രീമിയം പ്ലസ് പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. ആ സമയത്ത് അവർക്ക് കിട്ടുന്നത് പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്. ഫിസിക്കൽ പ്രോഡക്ട്സും കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് ഡിജിറ്റൽ പ്രോഡക്ട്സും കിട്ടുന്നുണ്ട്. അത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ എങ്ങനെ സക്സസ് ആവാം, എസ്പെഷ്യലി വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാം, AI ടൂൾസ് എങ്ങനെ ഉപയോഗിക്കാം എന്നിങ്ങനെ ഏകദേശം 10ഓളം വരുന്ന അല്ലെങ്കിൽ 10ലധികം വരുന്ന വീഡിയോസ് അടക്കം നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന, എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ വെൽനസ് കാറ്റഗറി ഉണ്ട്. പ്ലസ് നോർമലി നമുക്ക് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ കാണുന്ന ഒരുപാട് പ്രോഡക്റ്റ് കാറ്റഗറി അതിലേക്ക് ആഡ് ചെയ്യും. സോ സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റിന്റെ വർത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 25,000 30,000 ഏത് കാറ്റഗറി എടുത്താലും ശരി, അത് 50,000 പ്ലസ് വാല്യൂ അതിന് ഗ്യാരണ്ടി. ബിക്കോസ് ഒരു ദിവസത്തെ ട്രെയിനിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലര് 10,000 അല്ലെങ്കിൽ 1 lakhും, ഇനി വിദേശത്ത് പോയിട്ട് നല്ല ആന്റണി റോബിൻസിന്റെ ഒക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ 10 lakh rupees ഒക്കെ നമ്മൾ എക്സ്പെൻസ് കൊടുക്കാറുണ്ട്. ഡയറക്ട് സെല്ലിംഗിലെ സൂപ്പർ ട്രെയിനേഴ്സ് പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ട് ലാക്സ് ഓഫ് റുപ്പീസ് അല്ലെങ്കിൽ ക്രോസ് ഓഫ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ ക്രോസ് ഓഫ് റുപ്പീസ് ഏൺ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ 50,000 പ്ലസിന്റെ എന്ത് കിട്ടി? വർത്ത് ആയിട്ടുള്ള ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ പ്രോഡക്ട്സ് കിട്ടി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഏരിയ നമ്മൾ കവർ ചെയ്തു. ആദ്യത്തെ ടെൻഷൻ ഇതാണ്, എന്താണ് ഇപ്പൊ കിട്ടുന്ന മുതൽ കൊണ്ട് നമുക്ക് എന്ത് ഉപകാരം. സോ പല ലാംഗ്വേജുകളിലായിട്ട് മലയാളം, തമിഴ് ആൻഡ് ഹിന്ദി ലാംഗ്വേജുകളിലായിട്ട് നമുക്ക് ഡിജിറ്റൽ പ്രോഡക്ട്സ് അവൈലബിൾ ആവും. സോ ഹാപ്പിയാണ് ഇവിടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പിയാണ്. ദെൻ രണ്ടാമത് കിട്ടുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ആണ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് വിത്ത് എ ബിസിനസ് പോർട്ടൽ. ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് KFC പോലത്തെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ലാക്സ് ഓഫ് റുപ്പീസ് വേണം. അതേസമയം നമുക്ക് ഇവിടെ ഓക്സിയിലെ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കാൻ ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കാറ്റഗറി പർച്ചേസ് ചെയ്താൽ മതി. ഈ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കൊണ്ട് എന്ത് ഉപകാരം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിയിലുള്ള എല്ലാ പ്രോഡക്ട്സുകളും സെല്ല് ചെയ്യാൻ പറ്റും. സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ട്, ഇതേപോലെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നമ്മൾ മറ്റുള്ളവരിലേക്ക് റെഫർ പண்றதுக்கும் നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇരിക്കും. സോ ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡ് ബെനിഫിറ്റ്. സോ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടി ആബ്സല്യൂട്ട്ലി ഫ്രീ. മൂന്നാമത് വരുന്നത് അവരുടെ ഓക്സിപേ എന്ന് പറയുന്ന വാലറ്റിൽ 1 lakh rupeesന്റെ ഒരു വൗച്ചർ കൂപ്പൺ അവിടെ അവൈലബിൾ ആവുമ്പോഴും 1 lakh rupeesന്റെ വൗച്ചർ. ഈ 1 lakh rupees എങ്ങനെ യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഓക്സി ടൈപ്പ് ചെയ്തിട്ടുള്ള ഷോപ്പുകളിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് റെഡീം ചെയ്തെടുക്കാം. അത് ഒന്നും കൂടി സിംപ്ലസ്റ്റ് വേർഷനിലേക്ക് മാറ്റാൻ പോകണത് തീർച്ചയായിട്ടും കമ്പനി അപ്ഡേറ്റ് ചെയ്യും. ആ സമയത്ത് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 50,000 പ്ലസ് വർത്ത് വരുന്ന പ്രോഡക്ട്സ് കിട്ടി, പ്ലസ് ഒരു സൂപ്പർ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടി, ഒരു ലാക്സ് ഓഫ് റുപ്പീസോ ക്രോസ് ഓഫ് റുപ്പീസോ
ഏൺ ചെയ്യാനുള്ള അവസരം കിട്ടി. പ്ലസ് അതും കൂടാണ്ട് 1,00,000 rupees നമ്മുടെ വാലറ്റിൽ ആദ്യം തന്നെ കമ്പനി ഇട്ട് തന്നു. ഇത് നമുക്ക് കാലക്രമേണ യൂസ് ചെയ്തിട്ട് ആ 1,00,000 rupees പൂർണ്ണമായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യം വരുന്ന 3 ബെനിഫിറ്റ് എങ്കിൽ ഇനി നമ്മളിത് മറ്റുള്ളവരിലേക്ക് ഡിസ്ട്രിബ്യൂഷൻഷിപ്പിനെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലേക്കോ ഫാമിലിയിലേക്കോ ആരിലേക്ക് ഇത് റെഫർ ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് അവിടെ റെഫറൽ ബോണസ്, ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നമ്മൾ ഒരു വ്യക്തിയിലേക്ക് റെഫർ ചെയ്താൽ അവിടെ 1,000 rupees റെഫറൽ ബോണസ് കമ്പനി ആബ്സല്യൂട്ട്ലി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും. 1,000 rupees. ഓൾറെഡി നമുക്കറിയാം പ്രീമിയം പ്ലാൻ അറിയുന്നവർക്കറിയാം പ്രീമിയം ക്ലബിൽ 500 ആണ്. ഇത് 500 + 500 ടോട്ടൽ 1,000 rupees കിട്ടി. ഓക്കെ, ഇത് വൺ ടൈം ആണ്. ഇത് ഇന്നും കിട്ടുന്നല്ല, ഇത് വൺ ടൈം ആണ്. അതിന് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയാം. ആക്റ്റീവ് ഇൻകം എന്ന് പറയാം. 2, നമുക്കിവിടെ ഒരു ടീം ബോണസ് ഉണ്ട്. ടീം ബോണസ് ഇതിനെ പറയുന്നത് റെഫറൽ ബോണസ് എന്നാണെങ്കിൽ ഇനി വരുന്നത് ടീം ബോണസ് ആണ്. ടീം ബോണസ് മീൻസ് നമുക്കിവിടെ 2 ചാനലുകൾ ഉണ്ട്, ആൾട്ടർനേറ്റീവ് ആൻഡ് കോർപ്പറേറ്റീവ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾട്ടർനേറ്റീവ് കോർപ്പറേറ്റീവ് 2 ചാനലുകളിലും എത്ര ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ആണോ നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ കൊണ്ടുവരുന്നത് അതിനനുസരിച്ച് ഓരോ ജോഡിക്കും ഓരോ പെയർ മാച്ച് ചെയ്തുകൊണ്ട് ആൾട്ടർനേറ്റീവ് ചാനൽ, കോർപ്പറേറ്റീവ് ചാനൽ. ഈ ആൾട്ടർനേറ്റീവ് ചാനലിൽ ഒരു എ എന്ന് പറയുന്ന വ്യക്തി വന്നു, ബി എന്ന് പറയുന്ന വ്യക്തി കോർപ്പറേറ്റീവ് ചാനലിൽ വന്നു. സോ ആ സമയത്ത് 2:1 റേഷ്യോയില് ഒരു 2,000 rupees. ആ 2,000 rupeesൽ 1,333 രൂപ 3-1 നമ്മുടെ വാലറ്റിലേക്കും ബാക്കി 666 നമുക്ക് മൂന്നാമത് പറയുന്ന ഒരു സ്പെഷ്യൽ ബെനിഫിറ്റ് ആണ് ട്രഷർ ക്ലബ്. ട്രഷർ ക്ലബിലേക്ക് മാറ്റി വെച്ച് ഒരു ദിവസം 1 കോടി രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന അവസരത്തിലേക്ക് അത് മാറ്റി വെക്കും. ഒരു ദിവസം 1 കോടി വരെ ഫ്യൂച്ചറിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന അവസരത്തിലേക്കാണ് ഇതിന്റെ 3-1 മാറ്റി വെക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ദിവസം നമുക്ക് പ്രീമിയം പ്ലസ് ക്ലബിൽ സംബന്ധിച്ചോളം ഒരു ദിവസത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ടീം വർക്കിലൂടെ എ ബി ഈ എ ബിയും ഈ 2 ടീമിലും കൂടെ വരുന്ന ബിസിനസ് ഒരു 10-10 പെയർ ആവുന്ന സമയത്ത് ഒരു ദിവസത്തെ മാക്സിമം ലിമിറ്റ് ആണ്. സോ ഒരു ദിവസത്തെ മാക്സിമം ലിമിറ്റ് ഈസ് 20,000 rupees. ദാറ്റ് മീൻസ് മന്ത്ലി 20,000 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 6 ലക്ഷം രൂപ നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് മതി. പ്ലസ് ഇതും കൂടാണ്ട് നമ്മൾ ട്രഷർ ക്ലബിലേക്ക് മാറ്റി വെച്ച് അടുത്ത മില്യൺ ക്ലബ്, ബില്യൺ ക്ലബ്, ട്രില്യൺ ക്ലബ് എന്ന് പറയുന്ന മറ്റ് ക്ലബുകളും കൂടി ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ഇൻകം എന്ന് പറയുന്നത് ഇവിടെ 6 lakh ആവുന്നത് 60 lakh ആവും, 60 എന്നത് 6 crore ആവും. ഇങ്ങനെ ക്രോസ് ഓഫ് റുപ്പീസിലേക്ക് നമ്മുടെ ഇൻകം മാറും. ഇങ്ങനെ ഒരു 3 ആക്റ്റീവ് ഇൻകങ്ങളാണുള്ളതെങ്കിൽ ഇനി പറയാൻ പോകുന്നത് മുഴുവൻ പാസീവ് ഇൻകങ്ങളാണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് മണി ചെയിൻ കമ്പനീസ് ആണ്. അത് ഒബ്സ്റ്റക്കിൾ എന്ന് പറയാൻ കാരണം അത് കുറച്ചു കാലം ഉണ്ടാവുള്ളൂ. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം കാലാകാലം ഉണ്ടാവും. ആംബേ എന്ന് പറയുന്ന സൂപ്പർ ലെജൻഡറി ആയിട്ടുള്ള ആ ഒരു കമ്പനിയുടെ ടോപ്പ് ഏർണർ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ടോട്ടൽ ഏൺ ചെയ്തത് 4,000 കോടി രൂപയാണ്. സോ 4,000 കോടി രൂപയെല്ലാം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഇൻഡസ്ട്രി നമ്മുടെ കയ്യിലുണ്ട്. അത് ലൈഫ് ലോങ് ജേർണി ഉള്ള കമ്പനി ചൂസ് ചെയ്താൽ കിട്ടുള്ളൂ. സോ ഇവിടെ പാസീവ് ഇൻകത്തിനാണ് നമ്മുടെ സാധാരണക്കാരന്റെ മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും പോവാം. സോ ഇവിടെ ലീഗലായിട്ട് സൂപ്പർ പാസീവ് ഇൻകം തന്നെ നമ്മുടെ കമ്പനി നമ്മുടെ മുന്നിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. സോ അതില് ആദ്യത്തേത് ITB ആണ്. ITB എന്ന് പറയുന്നത് പാസീവ് ഇൻകത്തിലെ ആദ്യത്തെ ഇൻകം ITB മീൻസ് നമുക്കിവിടെ റാങ്കുകൾ ഉണ്ട്. ഓൾറെഡി അറിയുന്നവർക്ക് അറിയാം, സ്റ്റാർ, റൈസർ, റൈഡർ. നമ്മൾ 5,000 rupees പെയർ മാച്ച് ഇൻകം ഏൺ ചെയ്താൽ നമ്മൾ ആദ്യത്തെ റാങ്കിലെത്തും. സ്റ്റാർ റാങ്കിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ഒരു 5,000 വാങ്ങിയ വ്യക്തിയെ സംബന്ധിച്ചോളം 2,500 രൂപ ITB ആയിട്ട് മാറ്റി വെക്കും. ഈ ITBയിലേക്ക് അവർക്ക് എവറി മന്ത് ഈ 2,500ലേക്ക് ഡിപ്പെൻഡ് ഓൺ ബിസിനസ്, കമ്പനിയുടെ ടോട്ടൽ ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്ത്, ഇതൊരിക്കലും ടീമിലെ ബിസിനസ് അല്ല, നമ്മുടെ മൊത്തം കമ്പനിയിലെ ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്ത് ITBയിലേക്ക് മാറ്റി വെച്ച് ആ ITBയിൽ ഈ മാസം എത്ര രൂപയാണോ നമുക്ക് അർഹമായിട്ടുള്ളത് അത് നമ്മുടെ ബാങ്കിലേക്ക് ഇട്ട് തരും. പക്ഷെ അത് ലിമിറ്റ് ഉണ്ട്. നമ്മൾ സ്റ്റാർ ആണെങ്കിൽ 2,500 വരെ. പക്ഷെ അതേസമയം അടുത്ത റാങ്ക് റൈസർ ആണെങ്കിൽ
റൈസർ ആവണമെങ്കിൽ 10,000 rupees പെയർ മാച്ച് ഇൻകം ഏൺ ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മുടെ പ്രീമിയം പ്ലസ് പ്ലാൻസ് സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു 5 പെയർ മാച്ച് ചെയ്താൽ മതി, നമുക്കിവിടെ റൈസർ റാങ്ക് എത്തും. അപ്പോൾ നമ്മുടെ ഇൻകം 5,000 വരും. പക്ഷെ ഇതിനൊക്കെ ഒരു ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട്. മിനിമം നമ്മൾ ഒരു മാസത്തിൽ ഒരു മിനിമം ബിസിനസ് എങ്കിലും നമ്മുടെ ടീമിൽ നടന്നാൽ മാത്രമേ നമുക്ക് ഈ ഇൻകം ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും ലൈഫ് ആവുന്ന എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓരോ റാങ്കുകളും കടന്ന് 16ാമത്തെ റാങ്കിൽ എത്തിയാൽ 16th റാങ്ക്, ദാറ്റ് മീൻസ് ഓക്സി എംബറിലാവുന്ന സമയത്ത് നമുക്ക് 100 കോടി രൂപയാണ് കമ്പനി ITB ആയി മാറ്റിച്ചത്. ദാറ്റ് മീൻസ് 2,500 മുതൽ 100 കോടി രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഇൻകം ഓപ്പർച്യൂണിറ്റി. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് വൺസ് നമ്മൾ അച്ചീവർ ആവുക, നമ്മുടെ അച്ചീവ്മെന്റ് റാങ്കുകൾ അപ്ഗ്രേഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, ഇതുവരെ കേട്ടതെല്ലാം ഓൾറെഡി നമ്മുടെ ഓക്സിയൻസിന് സുപരിചിതമായിട്ടുള്ള പ്ലാനുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാൻ പോകുന്നതാണ് ഇതുവരെ കേൾക്കാത്തത്. സോ ലെറ്റ്സ് വെയിറ്റ്. ദെൻ നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു പുതിയ കുറച്ച് ഇൻകങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതില് ഒരു ഇൻകത്തിന്റെ പേര് എന്ന് പറയുന്നത് മെന്റർഷിപ്പ് ഇൻകം എന്നാണ്. ജസ്റ്റ് നോട്ട് ചെയ്യുക, മെന്റർഷിപ്പ് ഇൻകം. നമുക്ക് ഇന്ന് ഒരു സൂപ്പർ മെന്റൽ നമുക്ക് കിട്ടി. അദ്ദേഹം നമ്മുടെ മൈൻഡ് സെറ്റിനെ തന്നെ മാറ്റി. വിത്തിൻ ഷോർട്ട് ടൈം, ഒരു അരമണിക്കൂർ നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റി. അതേപോലെ മെന്റർഷിപ്പ് ഇൻകം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മെന്റർഷിപ്പ് ഇൻകം ദാറ്റ് മീൻസ് നമ്മുടെ ടീമില് നമ്മളെന്ന വ്യക്തി ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ബിസിനസ്സിൽ സക്സസ് ആകണമെന്നില്ല. പ്രോപ്പർ ട്രെയിനിങ് കിട്ടി എല്ലാവരും സക്സസ് ആകാനും സാധ്യതയുണ്ട്. സോ ഇവിടെ ഞാൻ നിങ്ങളോട് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ഒരു 10 പേരെയാണ് ഇമാജിൻ ചെയ്യാം. 10 പേരെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ 10ല് 5 പേര് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ 6 പേരൊന്നും ചെയ്യുന്നില്ല. ഒരു 4 പേര് ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ 2 പേര് ആക്റ്റീവ് ആണ്. ഇനി വേണ്ട, ഒരാളെങ്കിലും ആക്റ്റീവ് ആണെന്ന് കൂട്ടാം. അങ്ങനെ ആക്റ്റീവ് ആണെങ്കിൽ മന്ത്ലി അദ്ദേഹം എത്രയാണ് ഇൻകം വാങ്ങുന്നത് അതിന്റെ 10%. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്ന വ്യക്തി എന്നെ റെഫർ ചെയ്തു, ഷബി എന്നെ പോലെ കുറച്ച് പേര് റെഫർ ചെയ്തിട്ടുണ്ട്. ഞാനും മറ്റു വ്യക്തികളും കൂടി ടോട്ടൽ ഇൻകം വാങ്ങുന്നത് ഒരു 10 ലക്ഷം രൂപയാണെന്ന് ഇമാജിൻ ചെയ്യാം. ഇമാജിനേഷൻ. ഞങ്ങളുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി മന്ത്ലി പെയർ മാച്ച് ഇൻകം വാങ്ങുന്നത് 10 lakh rupees ആണ്. നിങ്ങൾ ഒന്നും അറിയാണ്ട് വീട്ടിൽ കിടന്നുറങ്ങിയാലും ശരി, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ക്രെഡിറ്റ് ആവും. വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ്, വിത്തൗട്ട് എനി ആക്ഷൻ. പക്ഷെ അത് ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട്. അത് വൺസ് നിങ്ങൾ വിൻ ചെയ്താൽ, ഒരൊറ്റ വട്ടം വിൻ ചെയ്താൽ മതി. ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ഓഫർ അച്ചീവ് ചെയ്യുക എന്നത് മാത്രം. ക്ലിയർ? അപ്പൊ എന്താണ് ഇന്റർനാഷണൽ ട്രിപ്പ് എന്നുള്ളത് ഞാൻ അതിലേക്ക് വരാം. ഈ ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വെരി സിമ്പിൾ. നിങ്ങൾ എന്ന വ്യക്തി ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്ത ഏതൊക്കെ വ്യക്തികളുണ്ടോ, ഏതെങ്കിലും ഒരാൾ ഈ ബിസിനസ്സിലൂടെ സക്സസ് ആയാൽ ആ വ്യക്തി എത്രയാണ് ഇൻകം വാങ്ങുന്നത് അതിന്റെ 10% ലൈഫ് ലോങ് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സൂപ്പർ ഇൻകം ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇവിടെ ഓക്സി ഒരു പാസീവ് ഇൻകം ആയിട്ട് ഇനി തരാൻ പോകുന്നത്. ഇനി 2 തീർന്നില്ല, സാധനം തീർന്നില്ല. ദെൻ അസോസിയേറ്റ് ബോണസ് അല്ലെങ്കിൽ അസോസിയേറ്റ് ഇൻകം. ഫോർ എക്സാമ്പിൾ, ഇവിടെ എന്നെ തന്നെ എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ തമിഴ് സാറിനെ ഞാൻ എടുക്കും. ഫോർ എക്സാമ്പിൾ, തമിഴ് സാർ എന്ന വ്യക്തി ഈ ബിസിനസ്സിലേക്ക് വന്നു. അദ്ദേഹം കുറെ മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, കുറെ സുഹൃത്തുക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പലരും ഇവിടെ ഇൻകം വാങ്ങുന്നുണ്ട്. ആ ഇൻകം വാങ്ങുന്നതിന് 10% സാറിന് കിട്ടുന്നുണ്ട്. ബിക്കോസ് സാർ ഒരു ട്രിപ്പ് അച്ചീവർ ആണ്. പക്ഷേ ഇനി സാറിന്റെ ഇൻകം വാങ്ങുന്നവര് മന്ത്ലി 10 ലക്ഷമോ 1 ലക്ഷമോ 2 ലക്ഷമോ ഇനി എത്രയാവട്ടെ, ഇനി 10,000 ആവട്ടെ, ആ ഒരു ഇൻകം സാർ ആരൊക്കെയാണോ റെഫർ ചെയ്തിട്ടുള്ളത് അവരിലേക്ക് തിരിച്ചും കിട്ടുന്ന ഒരു സൂപ്പർ ഇൻകം ഓപ്പർച്യൂണിറ്റി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടാൻ പോകുന്ന സൂപ്പർ ഇൻകം പ്ലാൻ. അപ്ലൈൻ ഇൻകം ഉണ്ടെങ്കിലും ഡൗൺലൈൻ ഇൻകം കിട്ടുന്ന ഒരു സൂപ്പർ പ്ലാൻ. ഹൗ ഈസ് ഇറ്റ്? കമന്റ് ബോക്സിൽ അറിയിക്കാം.
എന്താണ് ഈ ഒരു ഇൻകത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് ബോക്സിൽ ജസ്റ്റ് അറിയിക്കാം. ദാറ്റ് മീൻസ് ഇത്രേ ഉള്ളൂ. ഇതിലും ചിന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇവിടെയും ട്രിപ്പ് അടിക്കണം, ഈ വ്യക്തിയും ട്രിപ്പ് അടിക്കണം. നമ്മൾ 10 ആളെ റെഫർ ചെയ്തിട്ടുണ്ട്, ഇനി 2 ആള് മാത്രമേ ട്രിപ്പ് അടിച്ചിട്ടുള്ളൂ എന്ന് ഇമാജിൻ ചെയ്യാം. 2 ആളെ ട്രിപ്പ് അടിച്ചിട്ടുള്ളൂ. ഇവിടെ 10 ലക്ഷം രൂപ തമിഴ് സാർ ഇൻകം വാങ്ങുന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സിന് വേണ്ടി കമ്പനി മാറ്റിച്ചിട്ടുണ്ട്. സാറിന് 10 ലക്ഷം തന്നെ കിട്ടും, പക്ഷെ 1 ലക്ഷം രൂപ സെപ്പറേറ്റ് മാറ്റിച്ചിട്ടുണ്ട്. ആ 1 ലക്ഷം രൂപ കിട്ടാൻ പോകുന്നത് ഈ 2 പേർക്ക് മാത്രമാണ്. രണ്ട് പേർക്ക് മാത്രം. Just imagine that 50,000 each. അപ്ലൈന് പണിയെടുത്താലും ഇൻകം, ഡൗൺലൈന് പണിയെടുത്താലും ഇൻകം. സോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ലെജൻഡറി ലീഡേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഡയറക്ട് സ്പോൺസറിംഗ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്. ഡയറക്ട് സെല്ലിംഗിൽ നമ്മൾ എന്നും സ്പോൺസറിംഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് നെവർ എൻഡിങ് പ്രോസസ് ആണ്. അത് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മളിൽ ഒരു 100 ഡയറക്ട് റെഫറൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ 100 പേരും അച്ചീവേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, ഒരാളുടെ കയ്യിൽ നിന്ന് 1000 രൂപ കിട്ടിയാലും 1 ലക്ഷം രൂപ കിട്ടും. അതായത് ഒരാൾ 10,000 രൂപ വാങ്ങിയാലും ശരി, നമുക്ക് മന്ത്ലി ഇൻകം വരുന്നത് 1 lakh rupees ആണ്. സോ ഇത്രയും സൂപ്പർബ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ നിലനിന്ന കമ്പനികൾ ഏത് കൊടുക്കാൻ നമ്മളെക്കാൾ അപ്പുറത്തേക്ക് ഒരു കമ്പനിക്കും വെക്കാൻ പറ്റില്ല. അത് നമുക്ക് ഗ്യാരണ്ടി, എവിടെ വേണമെങ്കിൽ നമുക്ക് അത് പ്രൂവ് ചെയ്യാം. ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഇനിയും വരാനുണ്ട് കുറച്ച് സാധനങ്ങൾ. ഓക്കെ, ഇപ്പൊ എല്ലാവരും അബ്സല്യൂട്ട്ലി ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ട്രിപ്പ്? ട്രിപ്പ് അടിക്കാൻ വേണ്ടിട്ട് നമ്മൾ എത്ര പേരെ റെഫർ ചെയ്യണം? ആർക്കെങ്കിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ? ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്? யாருக்காவது ഒരു ക്വസ്റ്റ്യൻ മാർക്ക് இருக்கா? ട്രിപ്പ് അടിக்கிறதுக்கு நான் என்ன பண்ணணும்? ട്രിപ്പ് അടിக்கிறதுக்கு என்ன பண்ணணும்? ട്രിപ്പ് അടിച്ചാൽ ഓൾറെഡി ട്രിപ്പ് അടിച്ചാൽ നമുക്ക് ട്രിപ്പ് പോവാം, പ്ലസ് മെന്റർഷിപ്പ് ഇൻകം ഓൺ ആവും. ഇനി അതും കൂടാണ്ട് നമുക്ക് ഏറ്റവും ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റി, മനോജ് സാറിന്റെ ഒരു സൂപ്പർ ട്രെയിനിങ് നമുക്ക് അതും സൂപ്പർ റിസോർട്ടില് അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലിൽ അദ്ദേഹം തരാമെന്ന് പറഞ്ഞു. ഒരാൾക്ക് 30,000 വർത്ത് വരുന്ന ട്രെയിനിങ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇനി എന്താ കിട്ടേണ്ടത്? അപ്പൊ ഇനി അടിക്കണ്ടേ? ജസ്റ്റ് വെയിറ്റ്. ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം നമ്മൾ പ്രീമിയം ക്ലബിലാണെന്ന് ഉറപ്പുവരുത്തുക. ദെൻ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഓൾറെഡി പ്രീമിയം പ്ലസ് ആക്ടിവേഷൻ ചെയ്യാത്തവർ വിഷമിക്കേണ്ട. കമ്പനി അത് നമ്മളിലേക്ക് ജസ്റ്റ് ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ നമുക്ക് തന്നു. നമ്മൾ ആരും അപ്ഗ്രേഡ് ചെയ്യാതെ തന്നെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ നമുക്ക് കമ്പനി എസ്പെഷ്യലി അർഷദ് സാർ തന്നിട്ടുണ്ട്. സോ അർഷദ് സാറിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കാം. കാരണം മിനിമം ഒരു 10,000 rupees എങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രീമിയം പ്ലസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എങ്കിലും നമുക്ക് സാർ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. ഗ്രേറ്റ്. ഞാൻ നേരെ ആ കാര്യത്തിലേക്ക് കിടക്കാം. ഇത്രേ ചെയ്യേണ്ടുള്ളൂ. മലേഷ്യ ട്രിപ്പ് പഠിക്കണമെങ്കിൽ നമ്മൾ നേരെ പ്രീമിയത്തിലേക്ക് വന്നു. പ്രീമിയം പ്ലസ് കാറ്റഗറിയിൽ വരുന്ന 25,000 27,000 30,000 വരുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ ഇപ്പോ നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പിന് യോഗ്യനാവാൻ വേണ്ടി വേണ്ടത് 1 2 3 4 പേരെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ട്രിപ്പ് അടിക്കുമെന്നല്ല, 4 വേണ്ട, 3 പ്രീമിയം പ്ലസ് കാറ്റഗറിയെ ജസ്റ്റ് റെഫർ ചെയ്താൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ലോകത്തിൽ ആദ്യമായിട്ട് കൊടുക്കുന്ന ആദ്യത്തെ കമ്പനിയാണ് മാക്സിനോ ഇന്റർനാഷണൽ. ഗ്യാരണ്ടി ആയിട്ടും പറയാൻ പറ്റും. കാരണം എന്റെ ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസ് 17 വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ ചെറുപ്പം മുതലേ വന്നൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാണ്, ഇങ്ങനെ ഒരു ഓഫർ ഒരു കുട്ടിയും കൊടുത്തിട്ടില്ല. ഈവൻ ഇല്ലീഗൽ കമ്പനീസ് പോലും മിനിമം 5 ലക്ഷം രൂപയുടെ വർത്ത് കമ്പനിയിലേക്ക് കയറിയാൽ മാത്രമേ കൊടുക്കാറുള്ളൂ. മിനിമം ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. മിനിമം കാൽക്കുലേഷൻ ആണെങ്കിൽ പോലും നമ്മൾ എന്ന വ്യക്തി ഒരു 25,000 rupees വെച്ച് ഈ ബിസിനസ്സിലേക്ക് വന്നു. 25,000ന്റെ 3 റെഫറൽ, ദാറ്റ് മീൻസ് 75,000 rupeesന്റെ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, 75,000ന്റെ ബിസിനസ് നാം ഇൻട്രൊഡ്യൂസ് പണി വെച്ചാൽ നമുക്ക് കിടക്ക പോறது ചിന്നതില്ല, പെരുസാണ് ഓപ്പർച്യൂണിറ്റി. സോ മുതല ആദ്യം വരുന്ന 25 പേർക്ക് ഓൾറെഡി ഒരു സൂപ്പർ ഓഫർ കൂടി നമുക്ക് ഇവിടെ സാർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതിലപ്പുറത്തേക്ക് ഇനി എന്താ വരാനുള്ളത്? ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഓക്കെ, ഇത് ഇന്ന് അടുത്ത 90 ഡേയ്സിനുള്ളിലാണ് നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടാവുക. 90 ഡേയ്സ് ഒന്നും വേണ്ട. മാക്സിമം പോയി കഴിഞ്ഞാൽ 15 ദിവസം അല്ലെങ്കിൽ മാക്സിമം 1 month മതി ഇരിക്കുന്ന എല്ലാവർക്കും അടിക്കാൻ വേണ്ടിയിട്ട്.
90 days ഇതിനു വേണ്ടി ഡെയിലി ഈവനിങ് നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരിക്കും. മലയാളം തമിഴ് ലാംഗ്വേജിലുള്ള പ്രോഗ്രാം ഉണ്ടായിരിക്കും. BOP പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. ഈ 90 ഡേയ്സിനുള്ളിൽ നമ്മൾ അടിച്ചില്ല, ഓക്കെ, 90 ഡേയ്സിനുള്ളിൽ ജസ്റ്റ് ഇമാജിൻ, അതും പോസിബിൾ ആകും അല്ലെ? അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു, 3 പേര് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അത് 2-ൽ നിന്നോ, ടെൻഷൻ അടിക്കണ്ട. 90 ഡേയ്സിനുള്ളിൽ അത് കട്ട് ഓഫ് ആവും. 90 ഡേയ്സ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും 90 ഡേയ്സ് കഴിഞ്ഞാൽ. പക്ഷെ ഇനി 2-ലാണ് നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ 2-നും 5,000 പ്ലസ് 5,000 റുപ്പീസ്, ദാറ്റ് മീൻസ് 10,000 റുപ്പീസ് നിങ്ങൾക്ക് കമ്പനി ഒരു റെഫറൽ ബോണസ് ആയിട്ട് അക്കൗണ്ടിൽ തരും. അത് കമ്പനിക്ക് വേണ്ട. അതായത് കമ്പനി പറയുന്ന എത്രേ ഉള്ളൂ, നിങ്ങൾ അധ്വാനിക്കുന്നതിനേക്കാളും ഇൻകം തരാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണെന്നാണ് ഡോക്ടർ അബ്ദുൽ അർഷദ് സാർ പറഞ്ഞത്. ദാറ്റ് മീൻസ് ഒരു റെഫറൻസ് നടന്നാൽ പോലും 1000 രൂപ റെഫറൽ ഇൻകം കിട്ടിയതിന് പുറമെ ഒരു 5,000 റുപ്പീസ് എക്സ്ട്രാ ബോണസ് നമുക്ക് കിട്ടും. ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇനി ഒരു വ്യക്തി സീരിയസ് ആയിട്ട് ലിസൺ ഹിയർ. ഒരാൾ എന്ത് ചെയ്തു? ഓൾറെഡി ട്രിപ്പ് അടിച്ചാச்சு. அதுக்கப்புறம் அவரை பொறுத்த வரைக்கும் ட்ரிப்பு தேவையில்லை, நோ ப்ராப்ளம். ട്രിപ്പ് അപ്പുറം ഒരു ട്രിപ്പ് അടിച്ചാൽ ഇതിൽ നമുക്ക് ഒരു ഐഡിയയിൽ ഒരു ട്രിപ്പ് മാക്സിമം അടിക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ട്രിപ്പ് അടിക്കണമെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ അല്ലെങ്കിൽ ഫാമിലി ഐഡിയയിലും അടിക്കണം. ഒരു ട്രിപ്പ് അടിച്ച് അടുത്ത വരുന്ന ഓരോ റെഫറൻസിനും, ഓരോ ഡയറക്റ്റ് റെഫറൻസിനും 5,000 റുപ്പീസ് എക്സ്ട്രാ റെഫറൽ ബോണസ് ഉണ്ടായിരിക്കുന്നതാണ്. ദാറ്റ് മീൻസ് 25,000 രൂപയുടെ, ലിസൺ ഹിയർ, 25,000 രൂപയുടെ ഒരൊറ്റ റെഫറലിന് കമ്പനി ട്രിപ്പ് അച്ചീവേഴ്സിന് കൊടുക്കാൻ പോകുന്നത് 6,000 രൂപയാണ് റെഫറൽ ബോണസ്. ദാറ്റ് മീൻസ് 22%. 22% ഡയറക്റ്റ് റെഫറൽ ബോണസ് ഉള്ള ഏതെങ്കിലും കമ്പനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു കമ്പനി കാണിച്ചു തരാൻ പറ്റും? ഇമ്പോസിബിൾ. ഓൺലി ഇൻ ഓക്സിജനോ ഇന്റർനാഷണൽ. ക്ലിയർ അല്ലേ? ഈ ഭാഗം വരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ താങ്ക് യു വെരി മച്ച്. ദെൻ ഇനി നിങ്ങൾക്ക് ഇതിൽ ഒരു സർപ്രൈസ് ഉണ്ട്. ഇന്ന് നമ്മള് ഇത് 1 മണിക്കാണ് സൈറ്റിൽ അവൈലബിൾ ആയത്. 1 മണി ആയപ്പോഴേ ഒരാള് ഇത് വിൻ ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ പോസിബിൾ ആണ്. സിമ്പിൾ, ഓൾറെഡി പോസിബിൾ ആയി. ഇനി ഇവിടെ 2 ഇൻകം കൂടി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കമ്പനി. ഇത് കെയർഫുൾ ആയിട്ട് കേൾക്കുക. ഇതിൽ ഒരു മിസ്ലീഡിങ് വരുന്നത്, അതിന് വേണ്ടിയാണ് കെയർഫുൾ ആയിട്ട് കേൾക്കാൻ വേണ്ടി പറയുന്നത്. ദെൻ ചെയർമാൻ ക്ലബ്. ഓക്കെ, ഇതിന് പറയുന്നത് ചെയർമാൻ ക്ലബ് എന്നാണ്. നിങ്ങൾ ട്രിപ്പ് അടിച്ചാൽ ചെയർമാൻ ക്ലബിൽ എത്തി. ചെയർമാൻ ക്ലബിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ട്രിപ്പ് അടിക്കണം. ട്രിപ്പ് അടിക്കാൻ വേണ്ടി 3 റെഫറൻസ്. ഓക്കെ, പ്രീമിയം പ്ലസിന്റെ 3 റെഫറൻസ്. ഈ വ്യക്തി നമ്മൾക്ക് ഓൾറെഡി ട്രിപ്പും കിട്ടി, ആ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടി, മെന്റർഷിപ്പ് ഇൻകം എല്ലാം ഓണായി. ഇനി അതിന്റെ കൂടാണ്ട് ഒരു ഇദ്ദേഹത്തെ വിളിക്കുന്നത് വൈസ് ചെയർമാൻ ആണ്. നിങ്ങൾ 3 പേരെ റെഫർ ചെയ്തിട്ട് ട്രിപ്പ് അടിച്ചാൽ വൈസ് ചെയർമാൻ എന്നും, നിങ്ങൾ റെഫർ ചെയ്ത 3 പേരും ഇതേപോലെ ട്രിപ്പ് അടിച്ചാൽ, നിങ്ങൾ ട്രിപ്പ് അടിച്ചു, നമ്മൾ റെഫർ ചെയ്ത വ്യക്തികൾ 3 പേരും ട്രിപ്പ് അടിച്ചാൽ അവരെ വിളിക്കുന്നത് ചെയർമാൻ എന്നാണ്. ക്ലിയർ? വൈസ് ചെയർമാനും ചെയർമാനും. വൈസ് ചെയർമാൻ ആവാൻ ആദ്യം നമ്മൾ ട്രിപ്പ് അടിക്കണം. ഇനി ചെയർമാൻ ആവണമെങ്കിലും 3 പേര് ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെ അടുപ്പിച്ചാൽ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസീവ് ഇൻകം സ്റ്റാർട്ട് ആവും. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയിൽ വരുന്ന ഓരോ ബിസിനസ്സിൽ നിന്നും ഒരു തുക മാറ്റി വെച്ച് ഒരു ക്ലബിലേക്ക് ഇട്ട്, ജസ്റ്റ് ലൈക്ക് ITV. ഓക്കെ, ഇത് every 90 ഡേയ്സ് കൂടുമ്പോഴാണ് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നമ്മൾ വൺസ് നമ്മൾ വൈസ് ചെയർമാൻ ക്ലബിൽ എത്തിയാൽ, അതായത് ട്രിപ്പ് അടിച്ചാൽ, നമുക്ക് 2 ലക്ഷം രൂപ വരെ, 2 ലാഖ് റുപ്പീസ് വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എവറി 90 ഡേയ്സ് കൂടുന്ന സമയത്ത് കുറച്ചായിട്ട് വന്ന് 2 ലക്ഷം രൂപ വരെ കമ്പനി പാസീവ് ഇൻകം ആയി തരും. ഇതിന് പറയുന്നത് പോക്കറ്റ് മണി എന്നാണ്. നിങ്ങൾ മലേഷ്യയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രിപ്പ് മാത്രമല്ല, പോക്കറ്റിൽ ഇടാൻ വേണ്ടി പോക്കറ്റ് മണി വരെ തരുന്ന ലോകത്തിലെ ആദ്യത്തെ കമ്പനിയുടെ പേരാണ് ഓക്സിജനോ ഇന്റർനാഷണൽ. ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇനി നിങ്ങൾ
2 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ട്രിപ്പ് അടിക്കുക എന്നുള്ളതാണ്. ഇനി 3 വരെ ട്രിപ്പ് അടിപ്പിച്ചാൽ ഈ 2 ലാക്ക് എന്നുള്ളത് അപ്ഗ്രേഡ് ആവും 10 ലാക്കിലേക്ക് അപ്ഗ്രേഡ് ആവും. നിങ്ങളുടെ പാസീവ് ഇൻകത്തിന്റെ ലിമിറ്റ് 10 ലാക്ക് റുപ്പീസ് ആയിട്ട് മാറും. ഡിപ്പെൻഡ് ഓൺ ബിസിനസ്. സോ ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും പറയാനില്ല. ആർ യു എക്സൈറ്റഡ്? ചോദിക്കാനുള്ളൂ, ആർ യു എക്സൈറ്റഡ്? അടുത്ത 15 ദിവസത്തിനുള്ളിൽ ഈ പ്ലാന് കയ്യിൽ കിട്ടിയിട്ട് നാളെ രാവിലെ ഇതിന്റെ PDF തരാം. ഓൾറെഡി അവൈലബിൾ ആണ്, കുറച്ച് തിരുത്തുകളുണ്ട്. ആ PDF അവൈലബിൾ ആയിട്ട് എല്ലാവരിലേക്ക് എത്തിക്കാം. സോ കുറച്ച് ലീഡേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു ചലഞ്ചിലേക്ക് നമുക്ക് പോവാം. സോ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇനി നേരെ മലേഷ്യയിൽ വെച്ച് മാത്രം കാണാം എന്നുകൂടി ആശംസിച്ചുകൊണ്ട് വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് താങ്ക് യു. ജയ് ഓക്സി.